മുടിയൊക്കെ വെട്ടി കളർ ചെയ്തപ്പോൾ തേജുവിന് കുറച്ച് ജാട കൂടിയുണ്ടോ എന്നൊരു സംശയം. കാരണം ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സ്റ്റൈൽ നോക്കൽ കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിൻഷേട്ടനാണ് ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ആളെ. അങ്ങനെ നമ്മൾ മൂന്നാളും ബ്ലാക്കും ഒക്കെ ഇട്ടിട്ടൊന്ന് പോണത് നമ്മുടെ ചിത്തുട്ടേട്ടൻ്റെയും ജിഷ്ണുവേട്ടൻ്റെയും നാട്ടിലത്തെ പൂരാണ് കേട്ടോ. അവിടേക്കാണ് ഇവരുടെ വീടൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലത്തെയും കൂടി പൂരൊന്നും കൂടി പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഇവരുടെ വീട് അടുത്തടുത്തായതുകൊണ്ട് തന്നെ രണ്ട് വീട്ടിലേക്കും പോകണുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിത്തുട്ടേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് പോവുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതേ ചിത്തുട്ടേട്ടൻ്റെ വീട്ടിലിറങ്ങി അവിടുന്ന് ഇതേ ഉച്ചത്തെ ഫുഡ് അവിടെ നിന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബിരിയാണിയും ബീഫും എല്ലാതും ഉണ്ട് കേട്ടോ. ജിത്തുട്ടേട്ടെന്ന് പറയുന്നത് നമ്മുടെ പാറുല്ലേ, പാറുവിന്റെ ഹസ്ബൻഡ്, ആളുടെ ഒറിജിനൽ പേര് വിഷ്ണു എന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കണ്ടപ്പോഴേ നമ്മുടെ ജിഷ്ണുട്ടൻ വരുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തെ വീടാണ് നമ്മുടെ ജിഷ്ണുട്ടന്റെ വീട് കേട്ടോ. അപ്പൊ ജിഷ്ണുട്ടനും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് വന്നില്ലല്ലോ എന്നും പറഞ്ഞ് എന്തൊക്കെ ഒരു തെണ്ണിപ്പറക്കുണ്ട് കേട്ടോ. പിന്നെ അതേ വിൻഷാട്ടിനും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ജിഷ്ണുട്ടന്റെ വീട്ടിലേക്കായിട്ട് പോണത്. ഞാൻ പറഞ്ഞു ഇതിന്റെ അപ്പുറത്തെ മൂന്നാമത്തെ വീടാണ് കേട്ടോ ജിഷ്ണുട്ടന്റെ വീട്. അങ്ങനെ ഇത് അവിടെ കയറിയപ്പോൾ നമ്മുടെ സുജിലയുടെ കുറവ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാണ്ട്. സുജില ഉണ്ടെങ്കിൽ ഒരു ജിൽ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഇതിപ്പോ മൊത്തം മൂകതയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് മുന്തിരി പിന്നെ കുറച്ച് വൈനും ഒക്കെ തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതേ കുടിച്ച് കഴിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പൂരം ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങൂല. അപ്പൊ അതിന്റെ പുറപ്പാടാണ്. ഇത് ഡ്രസ് കോഡാണ് കേട്ടോ അവരുടെ ആ ഗ്യാങ്ങിന്റെ ഒരു ഓറഞ്ച് പോലത്തെ കളറ്. അങ്ങനെ അവിടുന്ന് നമ്മൾ പിന്നെ നേരെ നമ്മൾ വീണ്ടും നമ്മുടെ ചിത്തുട്ടേന്റെ വീട്ടിലേക്ക് പോകുന്നു. കാരണം കുഞ്ഞിച്ചക്കനൊക്കെ ഒന്ന് പുറപ്പിടിക്കാണ്ടിട്ട്. അപ്പൊ അതേ ഉണ്ണിക്കും അതേ മുണ്ടൊക്കെ എടുത്ത് ജുബൊക്കെ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ അതന്നെ പറയായിരുന്നു. ഇട്ടപ്പോൾ നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പിള്ളേർക്ക് എങ്ങനെ ഇതൊക്കെ ഇടുമ്പോൾ സ്റ്റൈല് ഇവർക്ക് എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ അതൊരു അതിശയം തന്നെയല്ല. ഇവരുടെ മുഖഭാവമൊക്കെ മാറി. പിന്നെ നമ്മുടെ തേജു ഇതേ കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തേജുവിനെ ഇവിടുന്ന് ഒരു മാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആരോ. പിന്നെ നോക്കിയപ്പോൾ ഇതേ ഈ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആലോ ഇങ്ങനത്തെ ബൊമ്മോളുടെ കാളി അതുണ്ട് കേട്ടോ. അപ്പൊ അത് ആള് ഇതേ റോഡ് കൂടെ പോണവരുടെ വണ്ടിക്ക് വാങ്ങി സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതേ നമ്മുടെ കുഞ്ഞിച്ചക്കനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആൾക്ക് വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുടെ അടുത്തേക്കും പോകുന്നുണ്ട്. ആദ്യം ആരുടെ അടുത്തേക്കും പോയിരുന്നില്ല, കരച്ചിൽ തന്നെയായിരുന്നു. ഇപ്പൊ ചിരിയും കളിയൊക്കെ നന്നായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കും ഈ പ്രായമായി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ണിയോളാനെ. കാരണം കഴുത്തൊക്കെ കുറയ്ക്കൂല അവരുടെ. പിന്നെ ഇത് നമ്മുടെ പാറുവിന്റെ പാപ്പനാണ് കേട്ടോ. തേജു പിന്നെ എല്ലാവരുമായിട്ട് ഇപ്പൊ നല്ല പരിചയമായതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പോവും. അപ്പൊ പിന്നെ തേജുവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ വിൻഷേട്ടന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചാൽ മതി. വിൻഷേട്ടൻ പിന്നെ കൊട്ടും ബഹളും കേട്ട് ഡാൻസ് തുടങ്ങി നിർത്താൻ കുറച്ച് പണിയാണ്. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പേടിയായതുകൊണ്ട് 7 അയലത്തേക്ക് വരില്ല കേട്ടോ. ഓരോരുത്തരൊക്കെ കയറി എങ്ങോട്ടൊക്കെ പോകണ്ടേ. നമ്മൾ ഈ കൊട്ടിന്റെ കൂടെ നേരെ സെന്ററിലേക്ക് പോവാട്ടോ ചെയ്തേക്കണം. എന്തായാലും ഭയങ്കര വിറ്റായിരുന്നു കേട്ടോ. സൈക്കിളും സ്കൂട്ടിയും റോട്ടും കൂടെ പുറത്തൊന്നും വെറുതെ വിടില്ല, എല്ലാവരുടെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മനോജേട്ടനായിട്ടാ വന്നിടുന്നത്. അങ്ങനെ സെന്ററിൽ നിന്നിട്ട് പൂരം കണ്ടിട്ട് പൂരം അതേ അമ്പലത്തേക്ക് പോയിട്ടാ നമ്മൾ നേരെ ചിത്തുട്ടേന്റെ വീട്ടിലേക്ക് വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയി നമ്മൾ മേലെ അടിക്കിട്ട് വീണ്ടും രാത്രി പൂരത്തിന് വരും കേട്ടോ.